കുട്ടികളെ എനിക്ക് നിങ്ങളൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ എന്ത് പഠിച്ചാലും നോട്ട് സർക്കംസ്റ്റാൻസസ് അങ്ങനൊന്നുമല്ല. നമ്മൾ എന്ത് പഠിച്ചാലും ഇങ്ങനെ മനപ്പാട് പഠിക്കുന്നത് പഠിക്കരുത്, അത് മനസ്സിലാക്കി പഠിക്കണം. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഇരിക്കും. മനസ്സിലായല്ലോ? Same boiling water softens the potato and hardens the egg. അതുവരെ ശരിയാ. അത് വളരെ വളരെ ശരിയാ. ഹലോ. അപ്പൊ ഇന്ന് നമ്മളൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കുക്കിംഗ് നമ്മൾ ചെയ്യാൻ പോവാണ് കേട്ടോ. ഡിഫറെന്റ് വെച്ചാൽ എപ്പോഴും നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് എങ്ങനെയൊക്കെ കഴിച്ചാലും ഒരു ഹോൾ ചിക്കൻ ഇങ്ങനെ കണ്ണ് നിറച്ച് നമ്മൾ കണ്ട് കാലം കൊണ്ട് വലിച്ചു പറിച്ച് കടിച്ച് കഴിക്കണതിന്റെ ഒരു സുഖം, അതിന്റെ ഒരു സുഖം പിന്നെ കിട്ടത്തില്ല കേട്ടോ. ഇതിന് മുൻപ് ഇതുപോലെ പെട്ടെന്നൊരു ആഗ്രഹം വന്നിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. കുറച്ച് ഇയേഴ്സ് മുൻപാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇന്ന് ചിക്കൻ ഫ്രൈ അതെ, ഫുൾ ചിക്കൻ ഫ്രൈ എന്തൊക്കെയോ പെരട്ടി എന്തൊക്കെയോ പൊരിച്ച് അങ്ങനെയൊക്കെയോ തിന്ന് അത്രേ ഉള്ളൂ. അതെ, അപ്പൊ അത് കണ്ടവര് ഓർമ്മയുണ്ടാവും എന്ന് തോന്നണം. കാണാത്തവര് പോയി കണ്ടോളൂ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാവേ. അപ്പൊ നമ്മളൊരു ഹോൾ ചിക്കനെ നമ്മളിങ്ങനെ സുന്ദരിയായിട്ട് കുളിപ്പിച്ച് കുട്ടപ്പത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ആദ്യം ഇട്ട് കൊടുക്കാം കേട്ടോ. മസാലാസ്: കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ചില്ലി പൗഡർ. ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ആട്ടോ യൂസ് ചെയ്യുന്നത്. നല്ല കളറ് കാണണം, നല്ല റെഡ് കളറ്. കുറച്ച് ഉപ്പ്, കുറച്ച് ഗരം മസാല, പെപ്പർ പൗഡർ, ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ലെമൺ ജ്യൂസ്. തേച്ച് പിടിപ്പിക്കുക എല്ലാം. എന്തായി? ചിക്കൻ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ തേച്ചൊരുക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് മാരിനേറ്റ് ആയിക്കോട്ടെ കേട്ടോ. നമ്മൾ മാറ്റി വെച്ചേക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് പുഴുങ്ങിയെടുക്കാനുണ്ട്. എന്തൊക്കെയാണെന്നറിയാമോ? മുട്ടയും, അത് കാടമുട്ട. അതും കാടമുട്ടയും ഉരുളക്കിഴങ്ങും. അപ്പൊ ദാ ഒരു 3 ഉരുളക്കിഴങ്ങ് 1 2 3. അപ്പൊ ഒന്ന് നന്നായിട്ട് വേവണം കേട്ടോ. ഒരു 4-5 വിസിൽ എടുത്താൽ അത്രയും നല്ലത്. അപ്പൊ ഈ സമയം കൊണ്ട് നമുക്ക് വേറൊരു ഗ്രേവി ചെയ്തെടുക്കാം. ഓക്കെ, അരപ്പ് അല്ലേ മാം? അരപ്പ് ചെയ്തെടുക്കാം. അപ്പൊ ആദ്യം തേങ്ങ ചിരണ്ടണം. അതെന്റെ ഡ്യൂട്ടി ആയിരിക്കും അല്ലേ? അപ്പൊ നമ്മള് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കതാ ഒരു 4-5 പച്ചമുളക് ഇങ്ങനെ ഇതുപോലെ വെട്ടിക്കീറിടാം കേട്ടോ. കുറച്ച് കറിവേപ്പില ഇട്ടോ കേട്ടോ. പച്ചമുളക്, പിന്നെ ഇത്ര ഒരു പിടി വെളുത്തുള്ളിയും ഇഞ്ചിയും, ഒരു ടീസ്പൂൺ ചെറുജീരകം, 1 ടീസ്പൂൺ വലിയ ജീരകം. അപ്പൊ ഇതെല്ലാം കൂടെ നമുക്ക് അരച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ കേട്ടോ. അപ്പൊ ഒരു 5 മിനിറ്റ് കേട്ടോ. 5 മിനിറ്റ് ഇരുന്നോട്ടെ. ആ സമയത്ത് നമുക്ക് സവാളയും തക്കാളിയും ഒക്കെ നമുക്ക് ഇങ്ങനെ കടുവറ അല്ലല്ലോ, കട്ടി ചെയ്യാം. ഒരു നാരങ്ങ സൈസ് വാളംപുളി കേട്ടോ. അത് നമുക്ക് കുറച്ചു നേരം സോക്ക് ചെയ്ത് വെക്കാം. ഓഫ്. അപ്പൊ പൊട്ടറ്റോവും നമ്മുടെ കാടമുട്ടയും നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ചൂടുവെള്ളത്തിൽ തിളച്ച വെള്ളത്തിൽ വേവിച്ചതിന് ശേഷം കുറച്ച് പച്ചവെള്ളം, അതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയട്ടെ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് ഈ വെള്ളത്തിലിട്ടോ, അതൊക്കെ ഓക്കെ. നമ്മൾ ഈ തിളച്ച വെള്ളത്തിൽ ഇടുമ്പോ ഈ
പൊട്ടറ്റോ ഇല്ലേ, അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങ്. ഓ, അറിയാൻ പാടില്ല എനിക്ക് പൊട്ടറ്റോ ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് സോഫ്റ്റ് ആവും, ഈ മുട്ടയ്ക്ക് കളകളാന്ന് ഇരിക്കണുണ്ടല്ലോ അതിങ്ങനെ ഹാർഡ് ആവും. അപ്പൊ അതുകൊണ്ട് എന്താന്ന് മനസ്സിലാക്കണേ, നന്നായിട്ട് വെന്തെന്ന് മനസ്സിലായി. അതല്ല, the same boiling water that softens the potato and hardens the egg. It's about not circumstances. അതങ്ങനെയല്ല, അങ്ങോട്ട് ഞാനും വായിച്ചിട്ടുണ്ട്. അതങ്ങനെയല്ല. Is made of ശരി, മര്യാദക്ക് പറ, എന്താ പറഞ്ഞത്? it is made of not circumstances. It is made of oxygen and hydrogen. ഇല്ല, ഒന്നുകൂടെ, the same boiling water softens the potato and hardens the egg. അതുവരെ ശരിയാ. അത് വളരെ വളരെ ശരിയാ. It's made of one yellow in it and white covering. It's made of മറന്നുപോയി കിട്ടണില്ല. It's made of not circumstances. അതങ്ങനെയല്ല. The same boiling water softens the potato, hardens the egg. ശരിയല്ലേ പറഞ്ഞത്? അത് വളരെ ശരിയാ. അറിയാമെന്ന് വെച്ചാ പറഞ്ഞിട്ട് പോയാ മതി. ഈ ഡിഷ് പ്രിപ്പയർ ചെയ്യാൻ പോണെന്ന് അറിഞ്ഞോണ്ട് മനസ്സിലാക്കിട്ട് എന്തോ ഒരു സാധനം പ്രിപ്പയർ ചെയ്തോണ്ട് വന്ന്, പക്ഷെ കയ്യിന്ന് പോയി. അല്ല അമ്മ പറ ഒന്നൂടെ. അമ്മ വിയർക്കണം. അങ്ങനൊന്നുമില്ല, ഒന്ന് രണ്ട് വാക്കുകളൊക്കെ വിട്ടുപോകും. ചന്ദന തോപ്പിക്കാനാവില്ല മക്കളെ. അതെ. The same boiling the same boiling water the same boiling എന്നെ പഠിപ്പിക്കണല്ലേ. ശരി. hardens potato softens the potato. കുത്തു ഞാൻ പിടിച്ചു. ശരിയാ. The same boiling water that അതും പോയാ? അല്ല, ഞാൻ ആലോചിച്ചു സോഫ്റ്റ്വെയറാണ് ആടാണെന്നുള്ള ആലോചിക്ക. The same boiling water softens the potato and hardens the egg. തിരിഞ്ഞുപോയി. hardens the egg. അതെങ്ങനെ? എഗ് സോഫ്റ്റ് അല്ലേ? എഗ്ഗിന്റെ കുളുകുളൂന്ന് ഇരിക്കണതല്ലേ അത് ഹാർഡ് ആവണത്. പൊട്ടറ്റോ ഭയങ്കര കല്ല് പോലെ ഇരിക്കുന്നത് സോഫ്റ്റ് ആക്കും. ശരി, ഓക്കെ. softens the potato and hardens the egg. It's about what you made of, not circumstances. പറഞ്ഞു എന്നിട്ട് അപ്പൊ നിനക്ക് മനസ്സിലായി എന്താ സംഭവം? ഇത് പറയാനാണ് ഇത്രയും കഷ്ടപ്പെട്ടത്. ഒരേ ബോയിലിംഗ് വാട്ടർ തന്നെയാണ് നമ്മളുടെ പൊട്ടറ്റോനെ, ഉരുളക്കിഴങ്ങിനെ സോഫ്റ്റ് ആക്കുന്നത്, എഗ്ഗിനെ ഹാർഡാക്കുന്നതും. അപ്പൊ ഇത് പിന്നെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സർക്കംസ്റ്റൻസ് എന്താണോ അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. നമ്മൾ എങ്ങനെയാണോ റെസ്പോണ്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഇൻബോൺ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മള് ചെറുതിലേ തൊട്ട് നമ്മൾ ഈ വെയിലത്ത് പൊരുത്തത് അല്ല തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് പറയില്ലേ, അതുപോലെ തന്നെ നമ്മള് ചെറുതിലേ തൊട്ട് കുറേ കണ്ടു വളർന്നിട്ടുള്ളതാണ്. എല്ലാ ലൈഫ് സ്റ്റൈൽ, എല്ലാ ജീവിത സാഹചര്യങ്ങളും നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ നമ്മളെ സർക്കംസ്റ്റൻസസ് നമ്മളെ ബാധിക്കുന്നില്ല. നമ്മളിപ്പോ ഒരേ ടൈപ്പ് സർക്കംസ്റ്റൻസ് ആണെങ്കിലും ചിലവരെന്താവും, ഒരു സർക്കംസ്റ്റൻസസ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻസ് ലൈഫിൽ വന്നു കഴിയുമ്പോഴത്തേനും ചിലപ്പോൾ വാടി തളർന്നു പോകും. അത് നമ്മുടെ പൊട്ടറ്റോനെ പോലെ അല്ലെ. ചിലവരെന്താവും ആ സമയം വരെ നല്ല ഒരു ഇതും ഇല്ലാണ്ട് ഗുളുകുളോന്നിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അതായത് ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ചില സിറ്റുവേഷൻസ് അവരെ ഭയങ്കര ബോൾഡായിട്ടും അയണായിട്ടും മാറ്റും. സോ അതാണ് കാര്യം. ഓക്കെ, ഇപ്പൊ കാര്യം പറയട്ടില്ല, ഞങ്ങളൊന്ന് പറഞ്ഞു വരികയാണ്. അതാണ് പറയാൻ ഉദ്ദേശിച്ചത് അതാണ്. അപ്പൊ അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് ഉരുളി എടുത്ത് ആദ്യം വെക്കുക,
കുറച്ച് എണ്ണ ഒഴിക്കുക, ആദ്യം അടുപ്പ് കത്തിക്കുക, കുറച്ച് ഓയില്. അത് ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇല്ലേ, വായോ. ഒന്ന് 4 സൈഡും ഒരു 25% നമുക്കൊന്ന് ബോയിലായി കിട്ടിയാൽ, ഫ്രൈ ആയി കിട്ടിയാൽ മതി കേട്ടോ. തോന്നുന്നല്ലോ. അപ്പൊ 4 സൈഡ് നമ്മളിങ്ങനെ തിരിച്ചും മറിച്ചും ഒരു 25% നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഗ്രേവി ചെയ്യുവാണ് നമ്മള്. അപ്പൊ നമ്മൾ അരിഞ്ഞു വെച്ച സവാള, ഈ ഗ്രേവി തന്നെ ചെയ്തോട്ടോ, കുഴപ്പമൊന്നുമില്ല. ഈ എണ്ണയിൽ തന്നെ ചെയ്യുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, കുറച്ചും കൂടി ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അപ്പൊ നമ്മൾ വേവിച്ച ഉരുളക്കിഴങ്ങല്ലേ, അതിങ്ങനെ കട്ട് ചെയ്തിടാം കേട്ടോ. ആ സമയത്തിനുള്ളിൽ നമ്മുടെ സവാള നന്നായിട്ട് വരണ്ടു വരും. ഇത് സ്മാഷ് ചെയ്യണമെങ്കിൽ സ്മാഷ് ചെയ്യാം കേട്ടോ, സ്മാഷ് ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. എനിക്കിങ്ങനെ കട്ട് ചെയ്തിടുന്നതാണ് ഇഷ്ടം. അതിൽ കുറച്ച് കുരുമുളക് പൊടി ഇടാൻ, കുറച്ച് കുരുമുളക് പൊടി, ഒരു പണത്തോളം ഉപ്പ്, ജസ്റ്റ് ഒന്ന് പെരട്ടി എടുക്കാം കേട്ടോ. എണ്ണ വേണ്ടേ? അപ്പൊ സവാള നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ഒരു അരപ്പില്ലേ, അത് നമുക്ക് നേരെ ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ സമയമാകുമ്പോഴത്തേനും നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പൊ എല്ലാം നല്ലോണം മൊരിഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ആ സമയത്ത് നമുക്കിത് കുറച്ച് ഒരു വലിയ തക്കാളി ആണെങ്കിൽ ഒരു തക്കാളി മതിയേ. എൻ്റെ കയ്യിൽ ചെറിയ തക്കാളി ആയിരുന്നു, അപ്പൊ അതുകൊണ്ട് ഞാൻ 2 തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ തക്കാളി വാടുന്നോട് കൂടെ തന്നെ നമ്മൾ ഇട്ട തേങ്ങയും അതുപോലെ തന്നെ മുളക് പൊടിയും ഒക്കെ നന്നായിട്ട് വെന്ത് വരും കേട്ടോ ഇതില്. അപ്പൊ ഇതാ നന്നായിട്ട് എല്ലാം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പുളിവെള്ളം ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ചാലിച്ച് വെച്ച പുളിവെള്ളം ഇല്ലേ, അപ്പൊ വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ നോക്കി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇനി ചിക്കൻ നിറയ്ക്കാം. ഒരു പിടി ഉരുളക്കിഴങ്ങ്, പിന്നെ കുറച്ച് ഇത്. ചൂടുണ്ടാ? ഏയ്, ഉരുളക്കിഴങ്ങേക്ക് ബാക്കിയുള്ളത് ഗ്രേവിയിലോട്ട് ഇടാൻ നമുക്ക് എല്ലാം. അപ്പൊ അതാ ഗ്രേവി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പൊ ഇതിലേക്ക് നമ്മുടെ ചിക്കൻ കുട്ടനെ എടുത്തിടാം കേട്ടോ. അങ്ങനെ നല്ല വയറൊക്കെ നിറഞ്ഞിരിക്കുന്ന ചിക്കനാണേ. ബാക്കിയുള്ള ഉരുളക്കിഴങ്ങും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, வறுத்த கோழி மிளகு போட்டு பொரிச்சு வச்சிருக்கேன், வறுத்து வச்சிருக்கேன், இறக்கி வச்சிருக்கேன். வறுத்த கோழி மிளகு போட்டு இறக்கி வச்சிருக்கேன். கோழி
രുചിയായിരുന്ന കോഴിയ തിന്ന് കുമഴി രുചിയായിരുന്ന കുമഴിയ തിന്ന് അമ്മി ശരി ആ പഴമൊഴി നിങ്ങൾ പറഞ്ഞ ആ കോട്ട് നിങ്ങൾ പറഞ്ഞ ഒന്ന് പറ പ്രാങ്ക് അല്ല പിന്നെ ഞാൻ എന്ത് പ്രാങ്ക് ചെയ്തപ്പോ ഒന്നുകൂടെ പറ അതിന് അവിടെ നോക്കിയാലേ വരുമല്ല അവിടെ ഒന്നുമില്ലല്ലോ. The same boiling water that softens the potato and hardens the egg. It is about One, two, three. what? Water. Allah. Ah. It is about What? what for you? പിന്നെ what for me? What? കുട്ടികളെ എനിക്ക് നിങ്ങളൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ എന്ത് പഠിച്ചാലും Not circumstances. അങ്ങനൊന്നുമല്ല, നമ്മൾ എന്ത് പഠിച്ചാലും ഇങ്ങനെ മനപ്പാട് പഠിക്കുന്നത് പഠിക്കരുത്, അത് മനസ്സിലാക്കി പഠിക്കണം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഇരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഇത് നോക്കാം. അല്ലെങ്കിൽ ഇത് ഒരു മാതിരി ആവും. അപ്പൊ അപ്പൊ എന്തായാലും നമുക്കൊന്ന് ഇപ്പൊ ഒരു 15 to 20 minutes ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം കേട്ടോ. ഓക്കെ, ആഹാ നല്ല എണ്ണയൊക്കെ തിരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലോണം ഇത് ഒഴിച്ചു കൊടുക്കാം. ഗ്രേവി നല്ലോണം എന്താണ് ഒന്നുമില്ല, കൊള്ളാൻ ചാൻസ് ഉണ്ടായിരുന്നു. ചാൻസ് ഒന്നും ഞാൻ വിടാറില്ല. അതെ, ഓക്കെ, അപ്പൊ നമ്മള് ഓഫ് ചെയ്തിട്ടുണ്ട്. അതാണ് ടാസ്ക്. കേടുപാട് കൂടാണ്ട് ഞാൻ എടുത്തു വെക്കണം. അപ്പുറത്തേക്കും ഒരു ഇത് എടുക്കട്ടെ. ശരിയാക്കി തരാം. ഇതല്ല ഇതിന്റെ അപ്പുറം ചാടിക്കടലാണ് ജോസഫ്. പിന്നല്ല എന്റെ മോളല്ലേ നീ, ഇതെല്ലാം എന്റെ അപ്പുറം ചെയ്യും. ഇതിപ്പോ ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മുടെ മോളാവില്ലായിരുന്നോ? നമ്മുടെ മോളാവും. ചെയ്താലും നമ്മുടെ മോളാണ്, അല്ലെങ്കിൽ നമ്മുടെ മോള്. ഇതുകൊണ്ട് എടുത്തിട്, അത് വിറ്റ് വീഴില്ല ഊട്ടേന്ന്. രക്ഷയില്ലാത്ത ടേസ്റ്റ്. കണ്ടിട്ട് തന്നെ നല്ലോണം ഭയങ്കര സ്മെല്ലും, കണ്ടിട്ട് നല്ല രസമുണ്ട് കേട്ടോ. അപ്പൊ ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഞാൻ. ഒരു എഗ് എടുത്ത് കഴിച്ചു നോക്ക്. ഇതും മസാലയും ഒരു ഉരുളക്കിഴങ്ങയും പിന്നെ ഒരു എഗ്ഗും. അടിപൊളിട്ടോ, ഒന്നും പറയാനില്ല. ഞാൻ ചുമ്മാ പറഞ്ഞല്ല, ഞാൻ ചെയ്തോണ്ട് പറഞ്ഞല്ല. വേറെ ലെവൽ ടേസ്റ്റ്. എനിക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഡെഫിനറ്റ്ലി അഭിപ്രായം പറയണം കേട്ടോ. ഉരുളക്കിഴങ്ങിന്റെയും മുട്ടയുടെയും ചിക്കന്റെയും എല്ലാത്തിന്റെയും ടേസ്റ്റ് അങ്ങോട്ട് ഇറങ്ങിയിട്ടൊരു രക്ഷയില്ല. ആ മുട്ടയുടെ അകത്തൊരു അതിന്റെ ഗ്രേവി ഇറങ്ങിയിട്ടുണ്ട്. മേഘ്ന സ്റ്റുഡിയോ ബോക്സിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.